എന്ന ഭർത്താവിനോട് സ്നേഹത്തോടെ പുഞ്ചിരിക്കണം, സലാം പറയണം, വസ്ത്രം വാങ്ങി വെക്കണം, സാധനം വാങ്ങിയിട്ടുണ്ടോ നോക്കണം, കുറഞ്ഞു പോയാൽ സാരില്ലെന്ന് പറയണം. എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് വരും അല്ലേ? കൊണ്ടെന്ന് 9 സാധനം അൽഹംദുലില്ലാ ഒന്നല്ല വിട്ടിട്ടുള്ളൂ എന്നല്ല പറയാ. എപ്പോഴും പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയല്ല അഭിസംബോധന ചെയ്യേണ്ടത്. അത് സാരില്ല. എന്ത് സ്നേഹം ഉണ്ടാവോ? നാളെ 2 കൊണ്ടുതരും. അഭിസംബോധനത്തിന്റെ വിഷയമാണ് അവിടെ പ്രഥമമായി നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചാൽ കുറ്റം പറയില്ലായിരുന്നു. ഇഷ്ടമില്ലെങ്കിൽ കഴിക്കൂല, അത്രേ ഉള്ളൂ. ഇഷ്ടമില്ലെങ്കിൽ റസൂൽ ഭക്ഷിക്കൂല. ഒരു ഭക്ഷണത്തിനും കുറ്റം പറയില്ല. നമ്മുടെ വീട്ടിൽ ഉപ്പ് കൂടിയാൽ ബദ്ർ യുദ്ധം, ഉപ്പ് കുറഞ്ഞാൽ ഉഹുദ് യുദ്ധം, ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഷഹീദ്. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തന്നതിന്റെ ക്യാഷ് ഭാര്യ ചോദിച്ചാൽ കൊടുക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്. ഭർത്താവിന്റെ മഹത്വത പോലെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാത്ത വല്ലൊരുത്തർക്കും സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. അതൊന്ന് മതി, അത് ഒറ്റൊന്നു മതി നമുക്ക് ഭർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഞാനിപ്പോ പറഞ്ഞത് ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ വിഷയമാണ്. സാര വിഷയങ്ങളിൽ തല്ലി പിരിയരുത്, കേസ് കൊടുക്കരുത്. പ്രശ്നം ഇവിടെ അറിയാം, ഭാര്യയും ഭർത്താവും സൗന്ദര്യപ്പെടുക്കണ്ട. മനസ്സിലായോ? സൗന്ദര്യപ്പെടുക്കണ്ടാകുമ്പോ ഭാര്യ ആരോടെ പറയാം? ഫസ്റ്റ് പോയിട്ട് ആരോട് പറയാറിയോ? ഭാര്യന്റെ വീട്ടുകാരോട് പോയി, അതോടല്ല പോയി. ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാരോട്. തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്നാണ് ഓരോരുത്തരും അങ്ങനെ പറയുന്നത്. അതോടെ പൊളിഞ്ഞു. ഏറ്റവും നല്ലത്, നിനക്ക് വല്ല പ്രയാസം ഉണ്ടാൽ പെണ്ണെ, നിന്റെ നല്ലൊരു സുഹൃത്ത്, ഒരു സഹോദരിയോട് നീ അത് പറയും. എന്റെ ക്ലോസ് ഫ്രണ്ടിനോട് പറയും, എന്റെ ഫാമിലി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, നിന്നെ നല്ല ചിന്തിക്കുന്ന നിന്റെ ഉമ്മയോട് പറഞ്ഞാൽ, നിന്റെ അടുത്ത് ഫാൾട്ട് ആണെങ്കിലും ഉമ്മ നിന്റെ കൂടെ നിൽക്കുള്ളൂ. ചെറുപ്പക്കാരെ, നിന്റെ അടുത്ത് ഫാൾട്ട് ആണെങ്കിൽ നിന്റെ ഉമ്മയോട് ഉപ്പയോട് നീ പറഞ്ഞാൽ ആദ്യം നിന്റെ കൂടെ അവർ നിൽക്കുള്ളൂ. അതോടുകൂടെ ഈഗോ ആയി, കുടുംബം തെറ്റി, ജീവിതം നശിക്കുന്നത് നിങ്ങൾക്കിടയിലാണ്. 2 കുടുംബങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. എന്നിട്ട് കേസ് കൊടുക്കുക. 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേസിന്റെ വിധി വരിക. ഭർത്താവ് ഭാര്യയ്ക്ക് 25 ലക്ഷം കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, 20-ാം വയസ്സിൽ തെറ്റിയിട്ട് 30-45 വയസ്സിൽ 25 ലക്ഷം കിട്ടിയാൽ നിന്റെ 25 കൊല്ലത്തിന്റെ യുവത്വം എവിടെ പെണ്ണേ? എവിടെ സഹോദരാ? ആ 25 വർഷം കിട്ടുക വിട്ടുവീഴ്ചകൾ പുറത്തു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ എത്രയെത്ര മധുരമുള്ള അനുഭവങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പങ്കുവെക്കാനുണ്ടായിരുന്നു. നീ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ?